ബണ്ടി മുകളിൽ നോക്ക്, മുകളിലും കരടിയുണ്ട്. അയ്യോ, ശരിക്കുള്ള കരടി! ആരാണ് അവിടെ? ആരാണ്? മര്യാദക്ക് തിരിച്ചു വാ, വരാൻ. ബണ്ടിന്റെ പിന്നാലെ ഒരു കരടി ഓടുന്നുണ്ട്. ബണ്ടി പേടിച്ച് കാട്ടിലേക്ക് ഓടിപ്പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് വാന്നേ, നമുക്ക് പോയി അവൻ എവിടെയാണെന്ന് നോക്കാം. ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? എന്നെ ഒന്ന് സഹായിക്ക്. ജിണ്ടു ഇതെവിടെ പോയെന്ന് ഒരു വിവരമില്ല. Search lights on. Search lights on. ചുൾബുൾ, നിങ്ങള് രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യാ? നിന്നെ സഹായിക്കോ, അല്ലാതെ വേറെന്താ? അങ്ങനെയാ ഞാനും പ്രശ്നത്തിൽ കുടുങ്ങിയത്. ജിണ്ടു, നീ ഇതെവിടെയാ? ജിണ്ടു, എടാ ജിണ്ടു, നീ ഇതെവിടാ? ജിണ്ടുവെ വിട്ടിട്ട് ബണ്ടിയെ അന്വേഷിക്കേ. അവൻ കാടിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നത്തിലാകപ്പെട്ടാലോ? താങ്ക് യു സർ, നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വന്നല്ലോ. ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നൊന്നുമല്ല, ഞാൻ കുടുങ്ങി പോയതാണ്. ഇനി നമ്മളെ ആര് രക്ഷിക്കാനാ? ഈ അവസരങ്ങളിൽ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, വീറിന്. അവൻ എല്ലാവരും സഹായിക്കാൻ എത്താറുണ്ട്. പക്ഷേ എന്നെ രക്ഷിക്കാൻ അവൻ വരുമോ ഇല്ലയോന്ന് എനിക്കറിയില്ല. അയാൾ ഒളിപ്പിച്ചു വെച്ചതൊന്നും അങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ റോബോട്ടിക് പവേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. എക്സ്റേ വിഷൻ ഓൺ. എക്സ്റേ വിഷൻ ഓൺ. സർ, ഞാനൊരു മാജിക് കാണിച്ചോട്ടെ? അവിടെ നിക്കട ചെറുക്ക, നിന്നെ കൊണ്ടൊന്നും മാജിക് കാണിക്കാൻ പറ്റില്ല. ഇനി ഞാൻ എന്റെ തൊപ്പിക്കകത്ത് നിന്നും മുയലിനെ പുറത്തെടുക്കുന്നതാണ്. നോക്ക്, ഈ തൊപ്പിക്കകത്ത് ഒന്നും തന്നെ ഇല്ല. ഇതെങ്ങനെയാ സംഭവിച്ചത്? മുയലിനെയാണോ അന്വേഷിക്കുന്നേ? മുയലിതേ ഇവിടെയാണ്. ഇങ്ങ് വാ. ഏയ്, ഈ മുയല് ഭയങ്കര കുസൃതിയാണല്ലോ. ഇങ്ങോട്ട് വരാൻ. കണ്ടില്ലേ, എന്റെ ശിഷ്യനാണ്. എങ്ങനെയുണ്ട്? അവനാ തൊപ്പിക്കകത്തൊന്നും മുയലിനെടുത്തത് കണ്ടില്ലേ? പക്ഷെ കുറച്ചുകൂടി ട്രെയിനിങ് വേണം. അത് ശരി, എന്നാ ഞാനിപ്പോ മുയലിനെ പിടിക്കും. നോക്ക്. നോക്ക്, അമ്മയുടെ മാല. നീ സൈഡിലോട്ട് പോയി നിൽക്ക്. എന്നിട്ട് ഈ മാജിക് ഒക്കെ എങ്ങനെയാ ചെയ്തതെന്ന് മര്യാദയ്ക്ക് പറ. റോബോട്ടിന് ഒരിക്കലും മാജിക് ചെയ്യാൻ പറ്റില്ല. ഓ, അപ്പൊ ഞാൻ റോബോട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാല്ലേ?
2 റോബോട്ടുകളോ? ആ ടിംബക്ടു ആകെ ഒന്നിന്റെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ഒന്ന് റോബോട്ടാണ്, ഒന്ന് മാജിക്കാരനാണ്. ഇപ്പൊ തന്നെ നിന്നെ ഞാൻ മുയലാക്കി എല്ലാവരുടെ അടുത്ത് കൊണ്ടുപോകാൻ പോവാ. ആ എന്നെ ആർക്കും പിടിക്കാനാവില്ല. എന്നെ ആർക്കും പിടിക്കാനാവില്ല. ജിണ്ടു, നീയാള് മോഷ്ടിച്ച സാധനങ്ങൾ തിരിച്ചു കൊടുക്ക്. ഞാനും ഇംലിയും അയാളെ പിടിച്ചോണ്ട് വരാം. മാഗി, ചുൾബുൾ ഇങ്ങനത്തെ അഭ്യാസ പ്രകടനങ്ങൾ കാണിച്ചാലേ അവൻ തന്നെ അവസാനം ട്രോഫി അടിച്ചോണ്ട് പോവും. നമ്മുടെ മുത്തൂനാണെങ്കിലേ ഒന്നും കിട്ടാനും പോകുന്നില്ല. നമ്മൾ ചുൾബുളിനെ പെറ്റനിമൽ ഷോയിൽ പങ്കെടുക്കാൻ സമ്മതിക്കരുത്. അതെ, എങ്ങനെയും തടയണം. വരൂ. ഇനിയാണ് രസം. ഇവിടെ അടച്ചിട്ടത്. വണ്ടി, മാഗി, തുറക്ക്, തുറക്ക്. ഇംലി, നീ ചുൾബുളിനെ കണ്ടോ? രാവിലെ തൊട്ട് അവനെ കാണുന്നില്ല. കുറച്ചും കൂടി കഴിഞ്ഞ പെറ്റ് ആനിമൽ ഷോ തുടങ്ങും. ഇല്ല, ഞാൻ അവനെ കണ്ടില്ലല്ലോ. വാ പോയി നോക്കാം. ഇപ്പോൾ ഇതാ നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ വിട്ടൂത്തത്ത അതിന്റെ കഴിവുകൾ കാണിക്കുന്നതാണ്. എന്ത് പറ്റി വീർ? നിന്റെ ആ ചുൾബുൾ പേടിച്ച് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുകയാണോ? എന്റെ ചുൾബുൾ ഒരിക്കലും ഒളിച്ചിരിക്കില്ല. അവൻ ഉറപ്പായും വരും. ചുൾബുൾ ഏതോ പ്രശ്നത്തിൽ പെട്ടെന്ന് തോന്നുന്നേ. മിക്കവാറും ഇതാ ബണ്ടിയുടെ പണിയായിരിക്കും. അവനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സഹായത്തിന് വിളിക്കും. അൾട്രാസൗണ്ട് ലിസണിംഗ് ഡിവൈസ് ഓൺ. അൾട്രാസൗണ്ട് ലിസണിംഗ് ഡിവൈസ് ഓൺ. വീർ, വീർ, എന്നെ ഒന്ന് രക്ഷിക്കൂ വീർ. ചുൾബുൾ എന്നെ സഹായത്തിനായി വിളിക്കുന്നുണ്ട്. വരൂ ഇംലി. ടിംബക്ടു അങ്കിൾ, എനിയും അങ്കിളിന് ഹോളി കളിക്കണോ? ആ പിന്നെന്താ, ഹോളി വന്നേ, ഹോളി വന്നേ, അടിച്ചു പൊളിക്കാൻ ഹോളി വന്നേ. ഇനിയാണ് നീ ശരിക്കുള്ള കളികൾ കാണാൻ പോകുന്നത്. എന്ത് പറ്റി അങ്കിളെ? എന്തിനാ ഇത്ര സന്തോഷിക്കുന്നേ? ഏ? അപ്പ, ഈ വീരെന്താ ഉറഞ്ഞു പോകാത്തത്? അച്ഛാ, നിങ്ങൾക്കിതാ ഹോളി ആശംസകൾ. ഇന്നാ പിടിച്ചോ. ഹോളി വന്നേ, ഹോളി വന്നേ. നീ ഇതെന്താ ഒഴിച്ചത്? എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ? സോറി അച്ഛാ, സോറി. എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം ഇത് എന്റേതല്ലല്ലോ. ആരുടെ കയ്യിൽ നിന്ന് മാറി വന്നതാ. മമ്മി. അയ്യോ, ഞാൻ കൊണ്ടുവന്നത് അവൻ എടുത്തോണ്ട് പോയല്ലോ. ഓ, അപ്പൊ അത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതായിരുന്നോ? എന്തായാലും അങ്കിളുടെ കളറുകളൊക്കെ തീർന്നില്ലേ? പക്ഷെ എന്റെ കയ്യിൽ ഒരുപാട് കളറുകൾ ബാക്കിയുണ്ട്. അതെ, ആരെങ്കിലും എന്നെ ഒന്ന് വേഗം ശരിയാക്ക്. നീ ഇതെവിടെയാണോ? എന്താ അങ്ങനെ ഉറച്ചു പോയത്? അത് മിക്കവാറും ആ ടിംബക്ടു ഒരു കെമിക്കൽ കൊണ്ടുവന്നതായിരിക്കും. നീ പറഞ്ഞത് വളരെ ശരിയാണ് എന്റെ കുഞ്ഞനിയാ.
നിന്നെ ഇതുപോലെ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ കെമിക്കല് കൊണ്ടുവന്നത്. ആ.